ഹലോ ഫ്രണ്ട്സ്, കളർ സ്റ്റോറീസിൻ്റെ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കായ്പോളയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് മലബാറിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പാനിലേക്ക് ചൂടായതിന് ശേഷം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതൊന്ന് വറന്ന് വരുമ്പോഴേക്കും കുറച്ച് മുന്തിരി, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴവും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സായിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്തിൽ വേറൊരു പാത്രത്തിലേക്ക് ഒരു മുട്ടേനെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മുട്ട നമ്മളെടുക്കുന്ന കായയുടെ അനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ. അപ്പം ഞാൻ 2 നേന്ത്രപ്പഴത്തിന് 1 മുട്ടയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ ഈ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഈ ഒരു നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യ് ഒഴിച്ച് പാനിലേക്ക് ഇതിനെ നമുക്കിങ്ങോട്ടേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ പാനിൻ്റെ അടിയിലേക്ക് നമ്മളൊരു ചെറിയൊരു പാത്രം വെക്കണം കേട്ടോ. ജസ്റ്റ് ഒരു അടപ്പ് വെച്ചാൽ മതി, അതൊന്ന് ഹീറ്റ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചും മറിച്ചും 2 സൈഡും ഇട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് കുക്കായിട്ടുണ്ടാവും. അതിൽ കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കായ്പോളയുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.